പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനും പ്രത്യേകം സ്നേഹിക്കുന്നതിനുമുള്ള മാസമായാണല്ലോ കത്തോലിക്ക വിശ്വാസികൾ ജൂൺ മാസത്തെ കരുതുന്നത്. തിരുഹൃദയ ഭക്തി ആരംഭിക്കുന്നത് 1672 ഫ്രാൻസിൽ വിസിറ്റേഷൻ സന്യാസിനി സഭാംഗമായ മാർഗ്രറ്റ് മറിയ അലക്കോക്ക് എന്ന സന്യാസിനിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് യേശു തന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുഹൃദയം കാണിച്ചു കൊടുത്തതോടുകൂടിയാണ് ഈ ഭക്തി സഭയിൽ നമ്മൾ കാണുന്ന പോലെ ആചരിക്കുവാനായിട്ട് തുടങ്ങിയത്. കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം, മുറിവേറ്റ ഹൃദയമാണ് നമ്മളെപ്പോഴും കാണുന്നത്. ആ മുറിവേറ്റ ഹൃദയം എപ്പോഴും സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, പടയാളികളിൽ ഒരുവൻ ഈശോയുടെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ളി വരെ രക്തം ചിന്തി, ആ രക്തം അവസാനത്തുള്ളിയും തീർന്നു കഴിഞ്ഞ് ആ ഹൃദയത്തിലെ വെള്ളം കൂടി മനുഷ്യർക്ക് വേണ്ടി ഒഴുക്കിയ ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയമാണ്. ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയുടെ നമ്മോടുള്ള സ്നേഹത്തെ കാണുവാൻ കഴിയും. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയതിനു ശേഷമാണ് ആ ഹൃദയം നിശ്ചലമായത്. തിരുഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ ജീവിക്കുന്ന ഹൃദയത്തിന് വേദന നൽകുന്നു. നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും തുടിക്കുന്ന ഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ വേദനിപ്പിക്കാൻ കാരണമാക്കുന്നു. സ്പന്ദിക്കുന്ന ഹൃദയം അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു അടയാളത്തിലാണ് നമ്മൾ കാണുക. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ കാണുന്നത് ഒരു വാള് ആ ഹൃദയത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിന് ചുറ്റും മുള്ളുകൾ, ഒരു കുരിശ്, ഇതിനെല്ലാം ഒത്തിരി പ്രതീകമായിട്ട് നമ്മൾ കാണുകയാണ്. സ്നേഹത്താൽ കുത്തി തുറക്കപ്പെട്ട ഹൃദയം. പടയാളികൾ ഒരുവൻ അവിടുത്തെ തിരുവിലായിൽ കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു, അതുകൊണ്ട് അയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയൊരു വേദപുസ്തക പശ്ചാത്തലം നമ്മളവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹൃദയത്തെ വലയം വെച്ച് നിൽക്കുന്ന മുള്ളുകൾ, അത് മനുഷ്യരുടെ പാപത്തിൻ്റെ പ്രതീകമായിട്ട് കാണുകയാണ്. അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. സ്നേഹത്തിന് വേണ്ടി എന്ത് സഹനവും ഏറ്റെടുക്കാൻ, സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ പ്രതീകമായിട്ടാണ് ആ ഹൃദയത്തെ നമ്മുടെ മുൻപിൽ വെക്കുന്നത്. ജ്വലിക്കുന്ന തീനാളങ്ങൾ വഹിക്കുന്ന ഹൃദയമാണത്. സ്നേഹത്തിന്റെ തീ കത്തി നിൽക്കുന്ന പ്രതീകം. സ്നേഹമുള്ളിടത്താണ് ഹൃദയം ഉള്ളത്, ഹൃദയമുള്ളിടത്താണ് സ്നേഹമുള്ളത്. ഈശോയുടെ തിരുഹൃദയം അത്തരത്തിൽ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. നമ്മൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാനായിട്ടുള്ളത്, കർത്താവ് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മനുഷ്യരെ രക്ഷിച്ചുവെങ്കിൽ ആ സ്നേഹത്തിന് പ്രതിനന്ദിയായിട്ട്, പ്രതിസ്നേഹമായിട്ട് ഈശോയുടെ ഹൃദയത്തിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ്. കെടാത്ത സ്നേഹത്തിന്റെ അഗ്നി നമ്മയെല്ലാം സ്നേഹത്തിന്റെ ചൂട് പിടിപ്പിച്ച് നമുക്ക് ചൂട് പകരുന്ന സ്നേഹത്തിന്റെ ഉറവ അതിലുണ്ട്. തിരുഹൃദയ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശോ പ്രദാനം ചെയ്യുന്നു. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ ആരാധിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകുന്നു. ശരിക്കും നമുക്ക് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം, ഒരു മനുഷ്യ വ്യക്തിയുടെ ഏറ്റവും വലിയ ജീവൻ്റെ അടയാള ഹൃദയമാണല്ലോ. ആ ഹൃദയമാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെതായിട്ട് നമ്മൾ കാണുക. അതാണ് പരിശുദ്ധ കുർബാനയെ സ്പന്ദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയുടെ ബന്ധം. അതുകൊണ്ടാണ് ആദ്യ വെള്ളിയാഴ്ച ഭക്തി ആഘോഷമായി ആദരവോടുകൂടി സംസാരിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക, പരിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കുക. അങ്ങനെ വരുന്ന വ്യക്തിക്ക് ഒരിക്കലും മരണം, ആത്യന്തികമായിട്ടുള്ള മരണത്തിൻ്റെ മാരകമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല. വ്യക്തി ദൈവസന്നിധിയിൽ സുരക്ഷിതമാക്കപ്പെടും എന്നൊക്കെ ഉള്ള ആ വലിയൊരു വെളിപാടാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ പ്രചോദനവും അനുഗ്രഹവും സൗഖ്യവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് എല്ലാറ്റിലും ഉപരിയായി ഈശോയെ സ്നേഹിക്കുക. നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും 1-ാം സ്ഥാനം രക്ഷകനും നാഥനുമായ ഈശോയ്ക്ക് നൽകുക. കൽപ്പനകൾ അനുസരിച്ചും വചനം പാലിച്ചും ജീവിക്കുക. ഈശോയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളെക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക. തിരുഹൃദയത്തിലുള്ള ഭക്തിയിൽ നമുക്ക് വളരാൻ പരിശ്രമിക്കാം. ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് ഒത്തതാക്കണമേ എന്നുള്ള പരമ്പരാഗതമായ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമല്ലോ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. തുടിക്കുന്ന ഒരവസ്ഥ, നമ്മളുടെ
ഈ പ്രാർത്ഥനാ ജീവിതത്തിലും ഈ വണക്കമാസത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും തിരുഹൃദയ ഭക്തിയുടെ പ്രചരണത്തിലും ആദ്യവെള്ളിയാഴ്ച ഭക്തിയിലും എല്ലാം നമുക്ക് വ്യാപകമാകാനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അനുഗ്രഹം തിരുഹൃദയത്തിലൂടെ എല്ലാവർക്കും കൃത്യമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.